എന്തായാലും നിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടല്ലോ, അത് മതി. എന്നാലും ഈ ഹാപ്പി എൻഡിങ്ങിന്റെ ഐഡിയ അടിപൊളി. ഇതെനിക്ക് എന്നാ തോന്നാഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നത്. തോന്നിയില്ലല്ലോ. എങ്ങോട്ടാ? ഞാൻ എസ്റ്റേറ്റ് ഓഫീസ് വരെ പോവാ. ഓ, അപ്പൊ ഇനി എന്നും ഇങ്ങനെ ചെയ്യല്ലേ? ആ, ഞാൻ നാളത്തെ കാര്യം രജി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി കൊടുത്തോളൂ. അതെന്താ, നാളെ ബെല്ല് വരില്ലേ? അല്ല, എനിക്കൊരു 2 ദിവസത്തെ ലീവ് വേണം. എന്തു പറ്റി? ആ ഇസ്രായേലി പോക്കിന്റെ പരിപാടിയില്ലേ, അതൊന്നും ലൈവ് ആക്കാനുണ്ട്. അതെനിയും കളഞ്ഞില്ലേ? ഇന്നലെ എന്നോട് ചോദിച്ചില്ല എൻ്റെ പ്ലാൻ എന്നാണെന്ന്. ഒരു 2 കൊല്ലം ഞാൻ അവിടെ പോയി ജോലി ചെയ്തിട്ട് വന്നാൽ നമുക്ക് ഈ അറവിടമാരുടെ പുല്ലൊക്കെ അങ്ങ് വേണ്ടെന്ന് നോക്കാം. എങ്ങനെയുണ്ട്? ഇനി അതല്ല നിന്റെ പ്ലാൻ ആദ്യം വർക്കാവുന്നെങ്കിൽ നമ്മൾ ആ രീതിക്ക് അങ്ങ് പിടിക്കും. എന്നാ ഒക്കെ ആയാലും നമ്മൾ 4 കാലിൽ വീഴത്തുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. 2 ദിവസം എന്നേലും ആവശ്യമുണ്ട് വിളിച്ചാൽ മതി, ഞാൻ ഓടി വരാം. ഓക്കെ, അപ്പൊ ഞാനെല്ലാം റെഡി ആക്കിയിട്ട് വരാം. അതെ, എന്റെ കാര്യത്തിൽ തീരുമാനമൊന്നുമില്ല. എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? എന്റെ വിസയുടെ കാര്യം എന്തായിരുന്നു? എംബസി പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ വിസ എവിടെ നിന്ന് കിട്ടാനാ? അതിനു മുമ്പ് ഡൽഹി പോയി 2 മാസത്തെ കോഴ്സ് ചെയ്യണം. ഇത് പറയാൻ ഞാൻ ഒരു 50 തവണയെങ്കിലും വിളിച്ചിട്ടുണ്ട്, ഇല്ലേ? ആകെ എന്തേലും ആട്ടെ. ഇപ്പം ഞാൻ എന്തായാലും ഡൽഹി പോകാൻ റെഡിയാ. ഇനി അടുത്ത പരിപാടി എന്നാന്ന് പറ. അങ്ങനെയാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇതാ. ഇതിലെ SLC സർട്ടിഫിക്കറ്റും നഴ്സിംഗ് ഡിപ്ലോമയൊക്കെ എന്തിയേ? അത് തന്നെ ഉണ്ടല്ലോ. അതവിടെ പോയി? അതെന്നോടാണ് ചോദിക്കുന്നത്? നീ തന്നപോലെ തന്നെയാണ് ഇരിക്കുന്നേ. നീ ഇവിടെ വന്നിരിക്കുന്ന വേറെ എന്താ ഉദ്ദേശിച്ചാ? എനിക്ക് ഇതിനൊന്നും സമയം. എന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം തീരുമാനമാക്കിയിട്ട് പോയാൽ മതി. മിസ്റ്റർ, എന്നെ ഇങ്ങനെ എടിപൊടി എന്ന് വിളിക്കാനുള്ള അധികാരമൊന്നും നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞാൻ വേറെ ആരുടെയും കയ്യിൽ കൊടുത്തിട്ടല്ല പോയത്. കൃത്യമായിട്ട് നിങ്ങളെ ജോലി സ്ഥലത്ത് വന്ന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചാ പോയത്. അത് നിങ്ങളുടെ മാഡം കണ്ടതാണല്ലോ. ജിജി, നീ ഇത് തന്നേ പിന്നെ ഞാൻ ഈ സാധനം കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്ന്. ആ, അത് തന്നെയാ പ്രശ്നം. ഇനിയിപ്പോ ഞാൻ തന്നെ ചെയ്യാനാ?